രണ്ടാമത് നോക്കൂ, നിങ്ങൾ തങ്ങൾ പറയാണ് വഅംവാലക്കും, നിങ്ങളുടെ സമ്പത്തിന് അതേ മറ്റൊരുത്തന്റെ സമ്പത്ത് അപഹരിച്ചെടുക്കുന്ന സ്വഭാവം നിങ്ങളിൽ ഒരിക്കലും ഉണ്ടാകരുതേ. അതിന് മൂല്യമുണ്ട് മോനെ, വാല്യൂ ഉണ്ട് മോനെ. ട്രെയിനിൽ കയറാണ്, ഓടി വരികയാണ്, ട്രെയിൻ നീങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്, ടിക്കറ്റ് എടുത്തിട്ടില്ല. അല്ലെങ്കിലോ നല്ല തിരക്കുണ്ട്, ടിക്കറ്റ് എടുക്കാൻ ക്യൂ നല്ല പോലെയുണ്ട്. ടിക്കറ്റ് എടുക്കാതെ കയറാൻ പാടില്ല, അത് ഹറാമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ആരോടാ ചോദിക്കുന്നത്? നമ്മുടെ ഗവൺമെന്റിന്റെ ട്രെയിനല്ലേ, നമ്മുടെ സർക്കാരിന്റെ ട്രെയിനല്ലേ? ചില വാദങ്ങളുണ്ട്. പാടില്ല പാടില്ല, നമ്മൾക്ക് അതേ ടിക്കറ്റ് ഈടാക്കിയിട്ട് കടന്നു ചെല്ലേണ്ട ചിലയിടങ്ങളിൽ അതിലൂടെ തന്നെ മാത്രമേ കടന്നു ചെല്ലാൻ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. ആര് കാണാനാണ്, ആര് പറയാനാണ്, ആര് ചോദിക്കാനാണ്? അവിടെ നോട്ടമില്ല. മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹലാലാണോ ഹറാമാണോ എന്നേ ചിന്തയുള്ളൂ. അതുകൊണ്ടൊരു ട്രെയിനിലാണെങ്കിൽ പോലും ടിക്കറ്റ് എടുക്കാത്ത യാത്ര അരുത് എന്നാണ് ഇസ്ലാം പറയുന്നത്. അതില്ലതെ നമ്മുടെ ആ പണം കൊണ്ട് പലതും ഇവിടെ നടത്താനുണ്ട്, പലരുടെയും അവകാശങ്ങളിലേക്ക് അതെത്തിച്ചേരാനുണ്ട്. ആ അവകാശങ്ങളെയും അതുപോലെ തന്നെ ചില പ്രവർത്തനങ്ങളെയും മുടക്കാൻ നമ്മുടെ പ്രവർത്തനം കാരണമായി പോകരുത്. അതുകൊണ്ട് ട്രെയിനിൽ തിരക്കുള്ള സമയമാണെങ്കിൽ പോലും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന സ്വഭാവമരുത്. യാത്രക്കിടയിൽ ഒരു ചായക്കടയിൽ കയറിയപ്പോ നല്ല തിരക്കുണ്ട്, അതല്ലെങ്കിൽ എന്തോ വലിയ സമ്മേളനം നടക്കുന്ന ഇടത്താണ്, നല്ല കച്ചവടം നടക്കുന്ന സ്ഥലം, അവിടെ നിന്ന് ചായ കുടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു. ക്യാഷ് കൊടുക്കാതെ പോന്നാൽ ആരും അറിയുന്നില്ല. അവിടെ ഇടയിൽ നിന്ന് മെല്ലെ പണം കൊടുക്കാതെ ഊരിപ്പോകുന്ന ആളുകളില്ലേ? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അറഫാ ദിവസത്തിൽ വിളിച്ചു പറയുകയാണ്, ഇന്ന ദിമാക്കും അംവാലക്കും, മോനെ മറ്റൊരുത്തന്റെ സമ്പത്ത് ഏതൊരു രീതിയിലും നീ അപഹരിച്ചെടുക്കരുത് മോനെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. എത്രയോ പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിക്കുന്നവരില്ലേ? പൊതുയിടങ്ങളിലാണെന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ നിയമങ്ങളെ തെറ്റിച്ചു കളയുന്നവരില്ലേ? ഫിഖിന്റെ കിതാബുകൾ അടിയൊഴുക്കിലൂടെ നമ്മൾ വായിച്ചാൽ നമുക്കറിയാനാകും. ടോൾ പിരിവുകളിൽ വരെ ടോൾ കൊടുക്കാതെ ചാടിക്കടന്നു പോകുന്നവരുണ്ട്. രാജ്യം നിയമമാക്കിയ ചില നിയമങ്ങളെ അത് അംഗീകരിക്കാതെ ചാടിക്കടക്കൽ ഇസ്ലാമിക രാജ്യമാകട്ടെ അല്ലാത്ത രാജ്യമാകട്ടെ തെറ്റാണെന്നല്ലേ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. ഇത്ര ക്ലിയറാണ് നമ്മൾ നോക്കിയത്. നിങ്ങൾ ഇന്ന ദിമാഅക്കും വഅംവാലക്കും അല്ലേ? ടോളിന്റെ നിയമം ഉണ്ടാകും, ഗവൺമെന്റ് നിയമിച്ച നിയമങ്ങൾ ഉണ്ടാകും. ആ നിയമങ്ങളെ നമ്മുടെ അഹങ്കാരത്തിനപ്പുറത്തേക്ക് ചാടിക്കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഡ്രൈവർമാര് ശ്രദ്ധിക്കണം. നിങ്ങളെ ഗവൺമെന്റ് നിയമമാക്കിയ ടോളാണെങ്കിൽ അത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ സമരം ചെയ്യണം, അല്ലെങ്കിൽ നീതിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ശബ്ദിക്കണം. അതിന്റെ അധികാരികളോട് നിങ്ങൾ പറയണം. ആ അധികാരികൾ അതിന്റെ നിയമങ്ങളെ നിങ്ങൾക്ക് പാസാക്കിയാലല്ലാതെ ഇസ്ലാമിക രാജ്യമാകട്ടെ അല്ലാത്ത രാജ്യമാകട്ടെ ടോള് ചാടിക്കടന്ന് കട്ടുപോകാൻ ഒരു അധികാരവും ഒരു മുസ്ലിമിനുമില്ല. എത്ര പേരുണ്ട് അല്ലെ? ഡ്രൈവർമാര് ഇരുന്ന് ചിരിക്കുകയാണ് അല്ലെ? എത്ര പേരുണ്ട്? ടോളിലൂടെ കടന്നു പോകുമ്പോ പിന്നെ ടോള് കൊടുത്തിട്ടേ, അല്ലെ പിന്നെ ടോള് ഇല്ലാത്ത റോഡ് ഉണ്ടാവും, അതുവഴിയൊക്കെ അങ്ങനെ പോകണം. ടോള് ഉള്ള സ്ഥലത്ത് അടുത്ത വാഹനത്തിനോട് അടുപ്പിച്ച് പിടിച്ചിട്ട് പോകുക, എന്നിട്ട് അതിന്റെ പിന്നാലെ കയറ്റി വിടുക. അതെല്ലാവർക്കും അറിയണ പണിയാണ്, ആർക്കതറിയാത്തത്. പക്ഷെ അവിടെ ഹറാമോ ഹലാലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. യാത്രയിൽ ബറക്കത്ത് വേണോ മോനെ? നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നിങ്ങൾ നോക്കൂ. ഇങ്ങോട്ടേക്കൊരു ലോഡ്, നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊരു ലോഡ്, ഒരു ലോറി ഇങ്ങോട്ട് എത്തിച്ചേരണമെങ്കിൽ എത്ര ടോൾ കൊടുക്കുന്നുണ്ട്? 2000-3000 രൂപ ടോൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മുമ്പിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തുന്നത് അറിയാം. നമ്മൾ മാത്രം ടോൾ കൊടുക്കുന്ന ചില ആളുകൾ. നിങ്ങൾ അന്യ സംസ്ഥാനങ്ങളിലൂടെ ഒക്കെ ഒന്ന് വാഹനം കൊണ്ട് സഞ്ചരിക്കണം. തമിഴ്നാട്ടിൽ മാത്രം മതി എത്ര ടോള്. ഇവിടെ അങ്ങോട്ട് പോകുമ്പോ എത്ര ടോള് കിടക്കണം എന്നറിയോ?
ഇതൊന്നും വെട്ടിച്ചു പോകാനല്ല, ഇത് വെട്ടിച്ചു പോകാനല്ല. അതിന് നിയമങ്ങളും നിയമവശങ്ങളും ഉണ്ട്. രാജ്യത്ത് അങ്ങനെ ഉണ്ട്. കോടതിയുണ്ട്, പോലീസുണ്ട്, നിയമപാലകരുണ്ട്. അവരുമായിട്ടാ. ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ നമ്മൾക്ക് ഓരോ വ്യക്തികൾക്കും ഒരിക്കലും അധികാരമല്ല. രാജ്യത്ത് അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ മുഖേനയാണ് നമ്മൾ നിയമങ്ങളെ മാറ്റിമറിക്കാനും അതല്ലെങ്കിൽ പ്രയാസമുള്ള നിയമങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനും നമ്മൾ ശ്രമിക്കേണ്ടതല്ലാതെ നമ്മൾ ഒറ്റ കൈ കൊണ്ടൊരിക്കലും പോരാടാൻ ഈ രാജ്യത്ത് എന്നല്ല ഒരു ഇടത്തും ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നബി തങ്ങൾ പറയാൻ, അറഫ ദിവസത്തിൽ ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരോട് പറയാൻ, ഇത് ഞാൻ ചില ഉദാഹരണങ്ങൾ നമ്മളിൽ സാധാരണ കണ്ടുവരുന്ന ചില ഉദാഹരണങ്ങൾ എടുത്തുള്ളൂ. ട്രെയിനിലെ ടിക്കറ്റും ചായക്കടയിലെ കാശ് കൊടുക്കാതെ പോക്കും ടോള് ചാടി കടന്നു പോക്കും സാധാരണ നമ്മളെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു നീളൂ, ശ്രദ്ധയിൽ വരാൻ വേണ്ടി. പാടില്ല എന്നാണ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസിന്റെ ഉൾപ്പൊരുൾ. തീർന്നില്ല, രണ്ട് വാക്കേ ഞാൻ പറഞ്ഞോളൂ. രണ്ട് വാക്കേ ഇന്ന ദിമാഅക്കും വഅംവാലക്കും. മറ്റൊരുത്തന്റെ രക്തത്തിന് മൂല്യമുണ്ട്, മറ്റൊരുത്തന്റെ സമ്പത്തിന്, നമ്മുടേതല്ലാത്ത സമ്പത്തിനും വാല്യൂ ഉണ്ട്. മൂന്നാമത് നോക്കൂ നിങ്ങൾ, തങ്ങൾ പറയാണ് വഅറാദക്കും അലൈക്കും ഹറാം. തങ്ങൾ തന്നെ ഹദീസിന്റെ അവസാനത്തിൽ അലൈക്കും ഹറാമുൻ എന്ന് എടുത്തു പറയുന്നുണ്ട്. മോനെ, നമ്മുടേതല്ലാത്ത സമ്പത്ത് അപഹരിച്ചെടുക്കുന്നത് ഹറാമാണ്. വഅറാദക്കും അലൈക്കും ഹറാമുൻ, മറ്റൊരുത്തന്റെ അഭിമാനത്തെ പിച്ച് ചീന്തുന്നതും ഹറാമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി